I'm Dr. Tracy George, Senior Consultant in Obstetrics and Gynecology, Lakeshore Hospital. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മോഡേൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫെർട്ടിലിറ്റി ഇഷ്യൂസ്. ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളുടെ ആൺകുട്ടികളും പെൺകുട്ടികളും വിദേശത്ത് പോയി അവർക്കുണ്ടാകുന്ന ചില എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഏതൊരു കുട്ടിയും ഫെർട്ടിലിറ്റി ഇഷ്യൂസായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മളൊരു ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കാറുണ്ട്. സ്ത്രീകളുടെ സെക്സ് എഡ്യൂക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അവർക്കൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് പേരൻസ് മാത്രം പോരാ, ടീച്ചേഴ്സിന് അതിന് പ്രത്യേക സാഹചര്യം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ അവരോട് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അവരുടെ ടൈമിംഗ് ഓഫ് ഓവുലേഷൻ അതിനെപ്പറ്റി അവർക്കൊരു ധാരണയില്ല. നമുക്ക് വി ഹാവ് ടു ടീച്ച് ദം ഹൗ ആൻഡ് വെൻ ഓവുലേഷൻ ഒക്കേഴ്സ്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ചാർട്ട് വഴി അവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. അവർ കോണ്ടാക്ട് ചെയ്യേണ്ട സമയങ്ങൾ, അതുപോലെ ഈ പ്രഗ്നൻസി പോസ്റ്റ്പോൺ ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അവർ 35 കഴിഞ്ഞിട്ട് ഒരിക്കലും പോസ്റ്റ്പോൺ ചെയ്യില്ല. അങ്ങനെ വേണമെന്നുള്ളവർ തന്നെ ഇപ്പം ഓവം നമുക്ക് റിട്രീവ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഓവം ഫ്രീസ് ചെയ്യാം 8-10 വർഷത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അവർ ഹെൽത്തിയായി ലൈഫിൽ സെറ്റിൽ ചെയ്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അതെടുത്ത് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അബോർഷൻ, അൺവാണ്ടഡ് പ്രഗ്നൻസിയും അബോർഷൻ ധാരാളം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് പ്രോപ്പർ കെയർ, പ്രോപ്പർ ആൻറ്റിബയോട്ടിക് കവറേജ് ഇല്ലാത്തത് കൊണ്ട് പെൽവിക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. പെൽവിക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ട്യൂബൽ ബ്ലോക്കേജ് ഉണ്ടായിട്ട് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏത് അബോർഷനാണെങ്കിലും അതിനൊരു പ്രോപ്പർ ഹോസ്പിറ്റലിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് കവറേജ് എടുത്തിട്ട് പ്രോപ്പറായിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ്റെ കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ വേറൊരെണ്ണം കോൺട്രസെപ്റ്റീവ് യൂസാണ്. കോൺട്രസെപ്റ്റീവ് യൂസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല മിക്കവരും സെക്സ് കഴിഞ്ഞിട്ട് ഒരു ടാബ്ലറ്റ് ഐ-പില്ലൊക്കെ എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് ഒരു കാലത്തും അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കാണുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തണം അതിനെപ്പറ്റി.